പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വേദിയിൽ. എന്നാൽ മന്ത്രിമാരുൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കാർക്കും അവിടെ ഒരു പ്രസിഡന്റും അനുവദിച്ചിട്ടില്ല. അവിടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അതുപോലെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, MP, MLA തുടങ്ങിയിട്ടുള്ളവരെയാണ്. അതിൻ്റെ ഒപ്പമാണ് രാജീവ് ചന്ദ്രശേഖരനെയും അവിടെ ഇരുത്തിയത്. അത് സ്വാഭാവികമായിട്ടും ഒരു ശരിയായ പ്രവണതയായിരുന്നില്ല. ജനാധിപത്യപരമായ രീതിയിൽ നോക്കിയാൽ അതൊരു ശരിയായ നിലപാടായിരുന്നില്ല. പക്ഷേ ഭരണകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ അവിടെ സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ആ സ്ഥാനത്ത് വളരെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം വന്ന് ഇരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നും അതിനെ കാണിച്ചുള്ളൂ. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് വിലയിരുത്തുന്നുണ്ട്. കാരണം കേരളം ഒരു ജനകീയ സംരംഭങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അവർ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒരു നയാ പൈസ ആ പോർട്ടിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകിയിട്ടില്ല ഇന്നേ വരെ. കടം കൊടുത്തു എന്നാണ് പറയുന്നത്. കടം ഇവിടുന്ന് കടം വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ വേറെ ഒരു കാര്യവും ആ പോർട്ടിൻ്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക സഹായം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഈ കോഴിക്കോട് എന്നൊരു അപകടം ഉണ്ടായിട്ടില്ല, ആശുപത്രി മെഡിക്കൽ കോളേജിൽ അത് വലിയ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആവശ്യമായ പരിശോധന നടത്തി നിലപാടുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് ചില അപാകതകൾ റിപ്പോർട്ട് ചെയ്തു. അത് എന്തുണ്ടെങ്കിലും ഏത് അപാകതയായാലും അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. എവിടെയാണ് എന്താണ് ഉണ്ടായത് എന്നുള്ളത് നല്ല പരിശോധനയിലൂടെ കണ്ടെത്തുകയും ചെയ്യണം. വളരെ പ്രയാസകരമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. ഈ രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്നതിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന് വലിയ വിമർശനം വരുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തെ കോൺഗ്രസിനെ വിമർശിക്കാനൊന്നും ഒരു അവകാശമില്ല. കോൺഗ്രസ് പറഞ്ഞത് ഈ പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നാണ്. ഓർമ്മയില്ലേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ല, ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, ഞങ്ങൾ വിമോചന സമരത്തിൻ്റെ തുടക്കം കുറിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അതിന് നേതൃത്വം കൊടുത്ത വിഭാഗം ഇവരെല്ലാം. അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആ വിഷയം കൊടുക്കാൻ. അതുകൊണ്ട് അമ്മാതി വർത്തമാനത്തിന് യാതൊരു അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഈ പരിപാടിയിൽ അവരെങ്ങനെ പങ്കെടുക്കുക? ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് വിമോചന സമരം ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവർക്ക് എങ്ങനെയാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കാനാവുക? മനസാക്ഷി കുത്താണ്. അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല, അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അവർ ആരാ പറഞ്ഞു പങ്കെടുക്കാൻ പറ്റില്ല പറഞ്ഞത്? ആളെ പേര് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ.